കോൺഗ്രസിന്റെ സകലമാന അടവുകളും പിഴച്ച തൃശൂർ അനാഥമായിട്ട് നാളുകളേറെയായി. കോൺഗ്രസിലെ കെ മുരളീധരൻ എന്ന കരുത്തൻ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട ദയനീയ ഫലം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ഈ അനാഥത്വം തൃശൂരിനെ വിഴുങ്ങിയത്. നാളിതുവരെയായിട്ടും അനാഥമായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് നാദിന് നൽകാൻ KPCCക്കോ AICC നേതൃത്വങ്ങൾക്കോ സമയമായിട്ടുമില്ല. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഒരുക്കാനും സർക്കാരിന് എതിരായ പ്രതിരോധങ്ങൾ നയിക്കാനും ജില്ലയ്ക്ക് ഫുൾ ടൈം പ്രസിഡന്റിനെ വേണമെന്ന് പാർട്ടി നേതൃത്വത്തിന് തോന്നാത്തത് മണ്ഡലം തലങ്ങളിൽ വലിയ അമർഷത്തിന് ഇടയാക്കിയിരുന്നു. ഒടുവിൽ അമർഷത്തിന് കടിഞ്ഞാൺ ഇടാൻ ഒരുങ്ങുകയാണ് നേതൃത്വം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ ഈ ആഴ്ച അവസാനമോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച പകുതിയിലോ തീരുമാനമാകുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജില്ലയിലെ മുതിർന്ന നേതാക്കളിൽ നിന്നടക്കം KPCC റിപ്പോർട്ട് തേടിയിരുന്നു. റിപ്പോർട്ട് ഈ ആഴ്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ചർച്ചയ്ക്കെടുക്കും. മറ്റ് DCC അധ്യക്ഷന്മാരെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമാകാത്തതാണ് തൃശൂരിലും തടസ്സമാകുന്നത്. നേരത്തെ UDF കൺവീനറിന്റെയും DCC പ്രസിഡന്റിനെയും AICC നേതൃത്വം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ തൃശൂരിൽ നിന്നുള്ള 4 സംഘം ഇടപെട്ടുകൊണ്ട് നടപടി വൈകിപ്പിച്ചിരുന്നു എന്നതാണ് ആരോപണം. പ്രതിപക്ഷ നേതാവ് VD സതീശനെ കണ്ട് തീരുമാനം നീട്ടണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരോട് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ ദയനീയ തോൽവിക്ക് പിന്നാലെയാണ് ജില്ലാ ഘടകത്തിൽ അനിശ്ചിതത്വം ഉടലെടുത്തത്. തോൽവിക്ക് പിന്നാലെ സ്ഥാനം നഷ്ടപ്പെട്ടവരും ആരോപണ വിധേയരായവരും തങ്ങൾക്ക് സ്വീകാര്യനായ വ്യക്തിയെ നിയമിക്കണമെന്നും ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ KC വേണുഗോപാലോ KPCC പ്രസിഡന്റോ തയ്യാറായിട്ടില്ല. പലരുമായും ചർച്ച ചെയ്താണ് പുതിയ DCC പ്രസിഡന്റിനെയും കൺവീനറിനെയും പ്രഖ്യാപിക്കുന്ന ഘട്ടമെത്തിയത്. ഇതാണ് എതിർപ്പിനെ തുടർന്ന് വൈകുന്നതും. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ലെന്ന് തൃശൂരിന്റെ ചുമതലയുള്ള VK ശ്രീകണ്ഠൻ MP നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ അനുനയിപ്പിക്കാതെ പ്രശ്നപരിഹാരം സാധ്യമല്ല എന്ന നിലപാടിലാണ് ശ്രീകണ്ഠനുമുള്ളത്. 4 സംഘത്തിനെതിരെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റ രമ്യ ഹരിദാസും പരാതി നൽകിയെന്നാണ് വിവരം. എന്നാൽ പുതിയ പ്രസിഡന്റും കൺവീനറും ആരാണെന്ന് ഇതുവരെയും നേതൃത്വം വെളിപ്പെടുത്തിയിട്ടുമില്ല. പ്രവർത്തകർക്കിടയിൽ നിലവിൽ വലിയ അമർഷം നിലനിൽക്കുന്നതിനാൽ തന്നെ രഹസ്യമായി കരുക്കൾ നീക്കാനുള്ള ശ്രമവും നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. DCC പ്രസിഡന്റ് UDF ജില്ലാ ചെയർമാൻ സ്ഥാനങ്ങളിലേക്ക് AICCയുടെ മുന്നിൽ പേരുകൾ പരിഗണനയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സ്ഥാനമൊഴിഞ്ഞ ജോസ് വള്ളൂരും മുൻ MLA-യായ അനിൽ അക്കരയ്ക്ക് വേണ്ടിയും വേദി വാദിക്കുന്നുണ്ട്. DCC വൈസ് പ്രസിഡന്റ് ജോസഫ് രാജ്യത്തിന് പ്രസിഡന്റിന്റെ പദവി നൽകുമെന്ന പ്രചാരണവുമുണ്ട്. UDF ചെയർമാൻ സ്ഥാനത്തേക്ക് മുൻ MLA-യായ TV ചന്ദ്രമോഹന്റെ പേരാണ് കേൾക്കുന്നതും. ഉയരുന്ന ചില പേരുകൾക്കെതിരെ അവരവരുടെ എതിരാളികളുടെ പ്രചാരണവും ഇപ്പോൾ സജീവമായി നടക്കുന്നുമുണ്ട്. കെ മുരളീധരന്റെ തോൽവിയും പിന്നാലെ DCC ഓഫീസിലെ കൂട്ടത്തലും കഴിഞ്ഞതോടെയാണ് ജോസ് വള്ളൂരിന് DCC പ്രസിഡന്റ് സ്ഥാനവും MP വിൻസെന്റിന് UDF ചെയർമാൻ സ്ഥാനവും ഒഴിയേണ്ടി വന്നത്. ഇത് രണ്ടും തന്നെ ഇപ്പോഴും നികത്താതെ കിടക്കുകയാണ്. പ്രസിഡന്റിന്റെ ചുമതല പാലക്കാട് MP VK ശ്രീകണ്ഠന് നൽകിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ നിരന്തര സാന്നിധ്യവും നായകത്വവും സ്വാഭാവികമായും ജില്ലയിൽ പാർട്ടിക്ക് കിട്ടുന്നില്ല. ഇത് പ്രാദേശിക തലത്തിൽ കൂട്ടായി എടുക്കേണ്ട തീരുമാനങ്ങളെ ഉൾപ്പെടെ ഏറെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്ന് ബന്ധപ്പെട്ടവർ തന്നെ പറയുന്നുണ്ട്. മുരളീധരന്റെ തോൽവിക്ക് ശേഷം മുൻ MLA-യായ TN പ്രതാപൻ, ജോസ് വള്ളൂർ, അനിൽ അക്കരെ, MP വിൻസെന്റ് എന്നിവരുടെ പേര് തെരുവിൽ വലിച്ചിഴിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധമെല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നത്. ഇതിൽ ചിലർക്കെതിരെ മുരളീധരന്റെ പാർട്ടി വേദിയിൽ പരാതിപ്പെട്ടുവെന്നും പ്രചരിച്ചു. തൃശൂർ, ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ തോൽവി അന്വേഷിക്കാൻ KPCC നിയോഗിച്ച സമിതി തെളിവെടുപ്പുകൾ കഴിഞ്ഞ് റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും അതിന്മേൽ ചർച്ച നടന്നതായി വിവരമില്ല. ഏതായാലും അതിന്റെ പേരിൽ ആർക്കും ഒരു പോറൽ പോലും പറ്റിയിട്ടുമില്ല. ആരോപണപ്പെട്ടവർക്ക് പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ചുമതല ലഭിച്ചത് പാർട്ടി അതൊന്നും തന്നെ പരിഗണിച്ചിട്ടില്ല എന്നതിന്റെ തെളിവായിരുന്നു. പാർട്ടിയുടെ 110 മണ്ഡലം കമ്മിറ്റികളിൽ മിക്കയിടത്തും ഗ്രൂപ്പുകൾക്ക് അതീതമായാണ് കലഹം. ഓരോ വിഷയത്തിലും ആര് നിലപാട് പറയണം, ആര് നയിക്കണം എന്ന തർക്കം രൂക്ഷമാണ്. DCC പ്രസിഡന്റിന്റെ ചുമതല നിർവഹിക്കുന്നയാളുടെ അസാന്നിധ്യത്തിൽ കാര്യങ്ങൾ നടത്താൻ അതത് സമയത്ത് ഒരാളെ നിയോഗിക്കുകയാണ്. ചടങ്ങായി അതെല്ലാം നടക്കുന്നുവെന്ന് മാത്രം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വാർഡ് വിഭജനത്തിന്മേൽ ഡീലിമിറ്റേഷൻ കമ്മീഷന് ആക്ഷേപങ്ങൾ സമർപ്പിച്ചത് പ്രാദേശിക തലത്തിൽ പലർക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നോട്ടമുള്ളതുകൊണ്ട് മാത്രമാണ്. എന്നാൽ ആ പരാതികൾ തള്ളുന്ന പക്ഷം മുകൾ തട്ടിലേക്കും വേണ്ടി വന്നാൽ കോടതികളിലേക്കും നീങ്ങാനും പാർട്ടി സംവിധാനം തന്നെ വേണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് നേതൃത്വം നൽകാൻ ആരുമില്ല.